പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. അറിയാലോ, ഉത്സവം അടുക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഉത്സവം അടുക്കുകയാണ്. എഴുന്നള്ളത്തുകളുടെ കാലമാണ്. അവിടെ മുദ്രാവാക്യം വിളിക്കരുത്, നിങ്ങളിങ്ങനെ തള്ളിക്കയറരുത്. എല്ലാവർക്കും ആ സൈഡിൽ നിന്നാ മതി, ആ സൈഡിൽ നിന്നാ മതി. കാരണം ഈ പന്തലിലേക്ക് കയറാൻ കഴിയത്തില്ല. ഇതിന് ഇരട്ടി ആളുകൾ ഇവിടെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ദയവായി മുദ്രാവാക്യം വിളിക്കരുത്. സാധാരണ സ്ഥലങ്ങളിൽ നിൽക്കണം. നേതാക്കന്മാരുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടിയാണ്. ദയവായി അതാത് സ്ഥലത്ത് നിൽക്കണം. മുദ്രാവാക്യം വിളിക്കാതെ അവിടെ നിൽക്കണം. കാരണം ഈ പന്തലിന് താങ്ങാൻ കഴിയാത്ത നിലയിൽ 10,000-ങ്ങളാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും അവിടെ തന്നെ നിന്നാ മതി. അങ്ങനെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് തള്ളിക്കയറേണ്ട കാര്യമില്ലാത്തതാണ്. കണക്കാക്കിയാണ് വിളിച്ചിട്ടുള്ളത്. ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റുമാരെയും ബൂത്ത് കമ്മിറ്റികളിൽ മഹിളകൾ വൈസ് പ്രസിഡന്റുമാരായിട്ടുണ്ടെങ്കിൽ അവരെയും അത്രയേ വിളിച്ചിട്ടുള്ളൂ. കോൺഗ്രസിന്റെ കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായി വേരടിയിൽ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന, ബൂത്തിൽ പ്രവർത്തിക്കുന്ന, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ബൂത്ത് പ്രസിഡന്റുമാർക്ക്, വൈസ് പ്രസിഡന്റുമാർക്ക് അവരുടെ സമ്മേളനമാണ് നടക്കുന്നത്. ഇതൊരു സന്ദേശമാണ്. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ്, ഇതിനു വേണ്ടി മാത്രമാണ് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നത്. ഏതാനും മാസം കഴിയുമ്പോൾ ഡൽഹിയിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകും എന്നെല്ലാവർക്കും ഇപ്പോൾ ബോധ്യം വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വരെ ആരും വിശ്വസിച്ചിരുന്നില്ല, 6 മാസം വരെ ആരും വിശ്വസിച്ചിരുന്നില്ല. ഇപ്പോൾ രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങൾക്ക് ബോധ്യം വന്നു. നരേന്ദ്രമോദിയെ അടിയറവ് പറയിപ്പിക്കാൻ കരുത്തുള്ള നേതാവായി രാഹുൽ ഗാന്ധി വളർന്നിരിക്കുന്നു. എല്ലാവർക്കും ബോധ്യം വന്നിട്ടുണ്ട്. പക്ഷേ അവിടെ ഒരു പക്ഷേയുണ്ട്. രാഷ്ട്രീയത്തിൽ അങ്ങനെയാണല്ലോ, എവിടെയും ഒരു പക്ഷേ വന്ന് വീഴാം. പക്ഷേ സുഹൃത്തുക്കളെ, ഒരു കാര്യം ശാന്തമായി നിങ്ങളോട് ഞാൻ പറയുന്നു. എനിക്ക് അധികം ഉറക്കെ സംസാരിക്കാൻ പറ്റില്ല. ശാന്തമായി പറയുന്നു. ജനവികാരം പിണറായി സർക്കാരിനെതിരാണ്, മോഡി സർക്കാരിനെതിരാണ്. പക്ഷെ ജയിക്കണമെങ്കിൽ ജനവികാരം മാത്രം പോരാ, അടിത്തട്ടിൽ സംഘടന വേണം, അല്ലെങ്കിൽ ജയിക്കില്ല. ആന്റണി അദ്ദേഹം അങ്ങനെയാണ്. ആരും പറയാത്ത ചിലതൊക്കെ വിളിച്ചു പറഞ്ഞു കളയും. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒക്കെ പ്രസംഗിച്ചത് കേട്ടപ്പോൾ 20 സീറ്റും UDF-ന് കിട്ടിക്കളയും എന്നാണ് തോന്നിയത്. എന്നാൽ ആന്റണി അതിനൊരു ഉപാധി വെക്കുകയാണ്. എൻ്റെ സഹപ്രവർത്തകർ പറഞ്ഞ രീതിയിലുള്ള തിളക്കമാർന്ന വിജയം ഉണ്ടാകണമെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ കരങ്ങളെ ശക്തിപ്പെടുത്താനുള്ള പരമാവധി MLA-മാർ, MP-മാർ കോൺഗ്രസിനും UDF-നും ഉണ്ടാകണമെങ്കിൽ നിങ്ങളൊരു പാഠം പഠിക്കണം. നേതാക്കൾ ഉൾപ്പെടെ, ഞാൻ ഉൾപ്പെടെ നിങ്ങൾ ഓരോരുത്തരും ഒരു പാഠം പഠിക്കണം. ചെങ്ങന്നൂരിലെ തോൽവിയിൽ നിന്ന് പഠിക്കണം. ബൂത്തിൽ പ്രവർത്തകരില്ലെങ്കിൽ
അടിത്തട്ടിൽ പ്രവർത്തകരില്ലെങ്കിൽ, ബൂത്തിലുള്ള വീടുകളുമായി ബന്ധമുള്ള പ്രവർത്തകരും നേതാക്കന്മാരും ഇല്ലെങ്കിൽ ഈ ജനവികാരമെല്ലാം പോളിംഗ് ഡേയിൽ വോട്ടായി മാറില്ല. കറക്റ്റ്. ആ പറഞ്ഞത് കറക്റ്റ്. കൂടുതൽ കറക്റ്റായ കണക്ക് വേണമെങ്കിൽ അതും ഹാജരാക്കാം. വേറൊരാളുടെ കയ്യിൽ ആ കണക്കുണ്ട്. ശ്രീ ചെന്നിത്തല ചെങ്ങന്നൂർ മണ്ഡലത്തിലെ വോട്ടറാണ്. അദ്ദേഹത്തിൻ്റെ പഞ്ചായത്തിൽ 2300-ലധികം വോട്ടിൻ്റെ ലീഡാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ വീടുള്ള ബൂത്തിൽ സജി ചെറിയാന് കിട്ടിയ വോട്ട് 457. UDF സ്ഥാനാർത്ഥി കിട്ടിയ വോട്ട് 280. അതാണ് കഥ. കോൺഗ്രസിൻ്റെ ബൂത്ത് കമ്മിറ്റികളുടെ കഥ. അത് നന്നാക്കിയെടുക്കാനാണ് ഈ പരിപാടി. അതുകൊണ്ട് ഇന്ന് നിങ്ങളെ മാത്രം വിളിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് അംഗീകാരം നൽകിയിരിക്കുന്നു. ഇനി നിങ്ങളുടെ ജോലി കേരളത്തിൽ ആദ്യമായി നിങ്ങളെ അംഗീകരിച്ച കോൺഗ്രസിന്റെ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയോട് കടപ്പാട് നിൽക്കണം. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ താഴോട്ടിറങ്ങുക, ബൂത്ത് കമ്മിറ്റി ശക്തിപ്പെടുത്തുക, മണ്ഡലം കമ്മിറ്റി ശക്തിപ്പെടുത്തുക. പ്രിയമുള്ളവരെ, നിങ്ങൾ വളരെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ജനാധിപത്യ മതേതര കേരളത്തിന്റെ മുഴുവൻ ജനങ്ങളും കാതോർക്കുന്ന ഭാവി ഭാരതത്തിന്റെ വാഗ്ദാനം, ഫ്യൂച്ചർ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ശ്രീ രാഹുൽ ഗാന്ധി നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. The slogan outside which says "Ente Booth, Ente Abhiman." ഈ സമ്മേളനത്തിന്റെ മുദ്രാവാക്യം തന്നെ എന്റെ ബൂത്ത് എന്റെ അഭിമാനമാണ് എന്നതാണ്. രമേശ് ചെന്നിത്തലയ്ക്കും അങ്ങനെ തന്നെ തോന്നുന്നുണ്ടോ എന്തോ. I would also like to welcome to the stage Rosie Stanley, President of booth number 82 from Ernakulam. ഞാൻ ഈ വേദിയിലേക്ക്, നമ്മുടെ ഈ സമ്മേളനം നടക്കുന്ന ഈ വേദിയിലുള്ള ബൂത്ത് പ്രസിഡന്റ് ശ്രീമതി റോസി സ്റ്റാൻലിയെ സ്വാഗതം ചെയ്യുന്നു. ഒരു ബൂത്ത് പ്രസിഡന്റിനെങ്കിലും അഭിമാനിക്കാൻ വകയായല്ലോ. ബാക്കിയുള്ളവരുടെ കാര്യം വോട്ട് എണ്ണുമ്പോൾ നോക്കാം. കോൺഗ്രസ് എന്ന തൊണ്ടിപ്പഴം ഇങ്ങനെ പഴുത്തു വരുമ്പോൾ വേറൊരു കാക്കയ്ക്ക് വായ്പുണ്ണുണ്ടായി വരുന്നുണ്ട്. ആ നാടകം കാണാം. ഒരു ഫ്ലാഷ് ബാക്കിലൂടെയാണ് തുടക്കം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വീട്ടിൽ ഒരു സമാധാനം വേണ്ടേ, എപ്പോഴും ഒരു കൂട്ടായ്മ, ഒരു UDF സ്നേഹം, പരസ്പര സ്നേഹം, പരസ്പര വിശ്വാസം, അതല്ലേ UDFൻ്റെ ഏറ്റവും വലിയ ബന്ധമെന്ന് പറയുന്നത്. ആ പരസ്പര വിശ്വാസമില്ല, ആ സ്നേഹമില്ലെങ്കിൽ ആ മുന്നണിയിൽ എങ്ങനെ നിൽക്കാൻ ഒക്കും? ഞങ്ങളെയൊക്കെ ശത്രുതാ മനോഭാവത്തോടെയാണ് കാണുന്നത്. ഈസ് യുവർ എനിമി, യുവർ എനിമി നമ്പർ 1 ഈസ് കേരള കോൺഗ്രസ്. മനസ്സിലാവാ, കേരള കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിനെ തോൽപ്പിക്കുക ആരാ? കോൺഗ്രസ്സുകാർ തന്നെ. ഒരു പ്രത്യേക ഒരു ബറ്റാലിയൻ, അതിനുവേണ്ടി പ്രത്യേക റിക്രൂട്ട്മെൻറ്റാണ്. ചില നിയോജക മണ്ഡലങ്ങളിൽ പ്രത്യേക റിക്രൂട്ട്മെൻറ്റ്, പ്രത്യേക സ്റ്റഡി ക്ലാസ്സുകൾ, പ്രത്യേക ഫണ്ട്, അതിനുവേണ്ടിയൊക്കെ. ഇങ്ങനെയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ ഇത്? ഞാൻ കേട്ട് കഴിവ് പോലെ ഇങ്ങനെ സഹിച്ചും ക്ഷമിച്ചും ഒക്കെ ഞങ്ങൾ ഇത്രയും കാലം നിന്നു. ഇനി മുന്നോട്ട് പോയാൽ ഞങ്ങൾ സഹിക്കാൻ ഇനി പറ്റില്ല. ഈ നിലയിൽ നമ്മൾ ഇറങ്ങിപ്പോന്നവരാ. ഇപ്പോൾ KPCCയുടെ നേതാക്കന്മാർ, വന്ധ്യരായ നേതാക്കന്മാർ, അവർ പാലായിൽ വരികയും അവിടെ സ്നേഹം പ്രകടിപ്പിക്കുകയും അവിടെ സ്നേഹം പകർന്നു തരികയും വിശ്വാസത്തിൽ എന്നെ എടുക്കുകയും ചെയ്തപ്പോൾ, അങ്ങനെ ചെയ്തപ്പോൾ മാണി സാർ അതിലങ്ങ് അലിഞ്ഞുപോയി.
കോൺഗ്രസ് നേതാക്കൾ ഇക്കഴിഞ്ഞ ദിവസം ശ്രീ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ ഇവിടെ വരികയും എന്നെ കാണുകയും ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത്, അപ്പോൾ അവർ UDP-യിലേക്ക് കേരള കോൺഗ്രസ് വരണം, UDP-ൻ്റെ ഭാഗമായിരുന്നവരാണല്ലോ കേരള കോൺഗ്രസ്, UDP-യിൽ കേരള കോൺഗ്രസിലേക്ക് വരണം, ഒരു പ്രത്യേക ഒരു അവസ്ഥാവിശേഷമാണ്. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് വരുന്നു, അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും UDP-നോടൊപ്പം നിൽക്കണമെന്ന് അവർ എന്നോട് അഭ്യർത്ഥിക്കും. അപ്പം ഞാൻ പറഞ്ഞു, ഇത് ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഒരു സബ് കമ്മിറ്റിയെ പാർട്ടി നിയോഗിച്ചിട്ടുണ്ട്. ആ സബ് കമ്മിറ്റി ഇന്ന് കൂടുന്നുണ്ട്. ആ സബ് കമ്മിറ്റിയുടെ തീരുമാനം അനുസരിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് അവരോട് മറുപടി കൊടുത്തിരുന്നു. ഇന്ന് ആ സബ് കമ്മിറ്റിയുടെ യോഗമാണ് ഇവിടെ നടന്നത്. ആ സബ് കമ്മിറ്റിയുടെ യോഗം ചേർന്നപ്പോൾ രാജ്യത്തുണ്ടായിരുന്ന രാഷ്ട്രീയ പരിതസ്ഥിതി കൂടി ഓർക്കണേ. ഇന്ന് രാജ്യത്ത് ഉയർന്നു വന്നിരിക്കുന്ന വർഗീയതയെ നേരിടുന്നതിന് പ്രാദേശിക കക്ഷികൾ ഉൾപ്പെടുന്ന വിശാല സഖ്യത്തിനേ കഴിയൂ എന്ന് കർണാടക തെരഞ്ഞെടുപ്പ് തെളിയിച്ചിരിക്കുകയാണ്. ആ നിലയ്ക്ക് ദേശീയ തലത്തിൽ രൂപപ്പെട്ടു വരുന്ന മതനിരപേക്ഷ ശക്തികളെ കൂടുതൽ അവരെ ശക്തീകരിക്കുന്നതിനും കേരള കോൺഗ്രസ് നിശ്ചയിക്കുകയാണ്. അവർ ശക്തീകരിക്കുന്നതിന് കേരള കോൺഗ്രസും ആ ചേരിയിൽ നിൽക്കുന്നതിന് ആണ് ഉത്തമം എന്ന് കേരള കോൺഗ്രസ് കരുതുന്നു. അതുകൊണ്ട് മാണിസാറും പാർട്ടിയും നേരെ ആ ചേരിയിലേക്ക് അങ്ങ് നടന്നു കയറി. കർഷക ജനതയുടെ കണ്ണീരൊപ്പിയ ആദർശവാനായ KM മാണി സാറ് ഇതാ കടന്നു വരുന്നു. KM മാണി സാറ് കടന്നു വരുന്നു. KM മാണി സാറ് ചെങ്ങന്നൂരിന്റെ മണ്ണിലേക്ക് കടന്നു വരുന്നു. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സാരഥി ഈ വിജയകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഇതാ കേരള കോൺഗ്രസ് പാർട്ടിയുടെ പിന്തുണ അറിയിച്ചുകൊണ്ട് ഒപ്പം വർക്കിംഗ് ചെയർമാൻ PJ ജോസഫ് സാറും ഡെപ്യൂട്ടി ചെയർമാൻ CF തോമസ് സാറും വൈസ് ചെയർമാൻ ജോസ് കെ മാണി MP-യും ജനറൽ സെക്രട്ടറി ജോയി എബ്രഹാം MP-യും ജോസഫ് MLA-യും റോഷി അഗസ്റ്റിൻ MLA-യും N ജയരാജ് MLA-യും അടക്കമുള്ള നേതാക്കൾ ഇതാ KM മാണി സാറിനോടൊപ്പം ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ ആവേശം വാനോളം ഉയർത്തിക്കൊണ്ട് അങ്ങനെ അവർ ജനാധിപത്യ ചേരിയിൽ ചേർന്ന് ആ ചേരിയെ അങ്ങ് ഉഷാറാക്കി വരുമ്പോഴാണ് പുതിയ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അത് പിന്നെ കാണാം. അങ്ങനെ കോൺഗ്രസും അതിനോടൊപ്പം കേരള കോൺഗ്രസും പുഷ്ടിപ്പെട്ടു വരുന്നതിനിടയിലാണ് ജോസ്മോൻ ഒരു വിളി തോന്നിയത്, പത്രസമ്മേളനം വിളിക്കാൻ തോന്നിയത്. കേരള യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിക്കുകയാണ്. ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യുകയും PJ ജോസഫ് പതാക കൈമാറുകയും ഒരു യുവാവ് കർമ്മനിരതനായ കരുത്തുള്ള
ഒരു യുവാവ് ജോസ് കെ മാണി ആ ജാഥ നയിക്കുകയും ചെയ്താൽ അത് കേരളത്തിലൊരു സംഭവമാവും, യാതൊരു സംശയവും. ആകേണ്ടതാണ്. പക്ഷേ ഒരു സംശയമുണ്ടായി. PJ ജോസഫിനൊരു സംശയമുണ്ടായി. ഈ ജാഥ എങ്ങനെ ഉണ്ടായി എന്ന കാര്യത്തിൽ PJക്ക് ഒരു സംശയമുണ്ടായി. അങ്ങനെ PJക്ക് ഒരു സംശയമുണ്ടായെന്ന് മാണി സാർ അറിയുകയും ചെയ്തു. ജോസഫ് സാറ് കുറേ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിരുന്നു. ലയനം കൊണ്ട് ഗുണമുണ്ടായിട്ടില്ല, അങ്ങനെ പല അഭിപ്രായങ്ങൾ. പാർട്ടി ജാഥയെ അവരുമായി ആലോചിച്ചില്ല. ഇങ്ങനെ എന്താണ് സംഭവിച്ചത്? പാർട്ടിയിലൊരു അഭിപ്രായ ഭിന്നത ഉണ്ടായിട്ടില്ല. അഭിപ്രായ ഭിന്നതയൊന്നും ഉണ്ടാകാൻ ഇടയില്ലല്ലോ. കാരണം ജോസഫ് അങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ജോസഫ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, പാർട്ടി തീരുമാനമെടുത്തു, ജോസ് കെ മാണി അതനുസരിച്ച് യാത്ര നടത്തുന്നു എന്ന് പറഞ്ഞല്ലോ. തന്നെയുമല്ല, ചരൽക്കുന്നിൽ നവംബർ 14-15 തീയതികളിൽ ചരൽക്കുന്നിൽ 2 ദിവസമായി നടന്ന ദീർഘമായ വിശകലനത്തിനും ചർച്ചകൾക്കും ശേഷം എടുത്ത തീരുമാനമാണ് 14 ജില്ലാ പ്രസിഡന്റുമാരും കൂടെ കൂടി ആലോചിച്ച് ഒരു പ്രസൻറ്റ് ചെയ്യാൻ പറഞ്ഞു. പാർട്ടിക്കൊരു പ്രോഗ്രാം വേണമല്ലോ, അവർ പ്രസൻറ്റ് ചെയ്യാൻ പറഞ്ഞു. അവരെല്ലാം കൂടി ആലോചിച്ച് പാർട്ടി ഒരു പ്രോഗ്രാം നിർദ്ദേശിച്ചതാണ് ജോസ് കെ മാണി ഒരു കേരള യാത്ര നടത്തണമെന്നുള്ളത്. അപ്പം ഞങ്ങളാരും തീരുമാനിച്ചല്ല, ശരൽക്കുന്ന് സമ്മേളനം തീരുമാനിച്ചതനുസരിച്ചാണ് ജോസ് കെ മാണി ഇപ്പോൾ കേരള യാത്ര നടത്തുന്നത്. തന്നെയുമല്ല, ശ്രീ PJ ജോസഫ് തന്നെയാണ് കേരള യാത്ര ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ സന്തോഷകരമായൊരു കാര്യമാണ്. ഞങ്ങളെല്ലാവരും, പാർട്ടിക്ക് അതൊരു ഭിന്നതയില്ലല്ലോ. ഭിന്നതയുണ്ടെങ്കിൽ PJ ജോസഫ് വരുമായിരുന്നോ? ഇല്ലല്ലോ. PJ ജോസഫ് തന്നെ വന്ന് യാത്ര ഉദ്ഘാടനം ചെയ്ത് പതാക കൈമാറി ഞങ്ങളുടെ പാർട്ടിയിൽ നല്ല യോജിപ്പോടുകൂടി എല്ലാവരും കൂടി ഒന്നിച്ച് നിൽക്കുക. പിന്നെ മീഡിയക്കാർ ഇതിനകത്ത് വിനിപ്പുണ്ടാക്കാതിരുന്നാൽ മതി. എന്നാൽ പിന്നെ PJയോട് തന്നെ അങ്ങ് ചോദിക്കാമല്ലോ, ജോസ് മോൻ ജാഥ നയിക്കുന്നതിൽ PJക്ക് വല്ല പരാതിയുമുണ്ടോ? ചില പരാതികളുണ്ട്, ചിലർക്ക് പരാതികളുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് പരാതി ഉണ്ടെന്ന് പറഞ്ഞില്ല. ഈ ഇടുക്കി സീറ്റിൻ്റെ കാര്യത്തിൽ അതെല്ലാം നേരത്തെ പറഞ്ഞാണല്ലോ, ഇടുക്കി ഓർ ചാലക്കുടി. അല്ല, ഇന്നത്തെ ചർച്ചയുടെ രീതി നോക്കട്ടെ. രണ്ടാണ് PJ പറഞ്ഞ കാര്യങ്ങൾ. ഒന്ന്, ചിലർക്കൊക്കെ പരാതിയുണ്ട്. 2, കോട്ടയം സീറ്റ് മാത്രം പോരാ, പാർലമെൻറ്റിലേക്ക് വേറൊന്നുകൂടി കിട്ടണം. രണ്ടും കൂടി ചേർത്ത് വായിച്ചാൽ ഇങ്ങനെ ഒരു ചോദ്യമാക്കാം. ലയനത്തിന് ഗുണം എനിക്കും കിട്ടിയിട്ടില്ല, ആർക്കും കിട്ടിയിട്ടില്ല. വലിയ ഗുണമൊന്നും കിട്ടിയിട്ടില്ല. എല്ലാവർക്കും ഗുണമുണ്ട്. ഒറ്റയ്ക്ക് നിൽക്കുന്നതിനേക്കാൾ നല്ല 2 കൂട്ടരോട് ഒരുമിച്ച് നിൽക്കുന്നത്. പിന്നെ ആ വലിയ ഗുണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചത് 100% മാർക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ച് 90 കിട്ടിയിട്ടുള്ളൂ. അത്രയേ ഉള്ളൂ. ഗുണം കിട്ടിയിട്ടില്ലെന്ന് പറയാനൊക്കെയില്ല. 90% ഗുണം കിട്ടിയിട്ടുണ്ട്. കിട്ടിയ 90ഉം മാണി ഗ്രൂപ്പിനാണോ കിട്ടിയതെന്നും സംശയമുണ്ട്. കാരണം രണ്ടുണ്ട്. ഒന്ന്, കോട്ടയം MP ഇപ്പോൾ രാജ്യസഭയിലെ MP ആണ്. എന്നിട്ടും കോട്ടയം പാർലമെൻറ്റ് സീറ്റ് മാണി ഗ്രൂപ്പിൻ്റെ കയ്യിലാണ്. അപ്പോൾ മറ്റവരുടെ സംശയം ന്യായമല്ലേ? ഒരു സംശയം, ഈ കോട്ടയം സീറ്റാണ് കേരള കോൺഗ്രസ് ഇപ്പോൾ ഉള്ളതും അത് UDF പ്രഖ്യാപിച്ചു. പക്ഷേ PJ ജോസഫ് ചോദിക്കുന്നത് ഇടുക്കിയും ചാലക്കുടിയുമാണ്. എന്താണ് അതിന് പിന്നെ? എന്ത് കുഴപ്പമൊന്നേ, കേരള കോൺഗ്രസ് കോട്ടയം സീറ്റ് ഏതായാലും ഉണ്ട്. അതിന് പുറമെ ഏത് സീറ്റ് കിട്ടട്ടെ, ഞങ്ങൾക്കൊരു സീറ്റ് കൂടെ വേണം. അത് പ്രിഫറൻസ് ഉണ്ട്. ഇടുക്കി തന്നോട്ടെ, ഇടുക്കി വേണം. ഇടുക്കി അല്ലെങ്കിൽ ചാലക്കുടി തരട്ടെ, അല്ലെ തൃശ്ശൂർ തരട്ടെ, അല്ലെ കേരളത്തിൽ എവിടെയെങ്കിലും തരട്ടെ, ഒരു കുഴപ്പമില്ല. എന്നാലും ജയിക്കുന്ന സീറ്റായിരിക്കണം. ചുമ്മാ പൊട്ട സീറ്റൊന്നും ഞങ്ങൾ സ്വീകരിക്കില്ല. കോട്ടയം വിട്ടുകൊടുക്കാനില്ല. അതിനെ വിട്ടുകൊടുക്കുന്ന കോട്ടയം കേരള കോൺഗ്രസിനുള്ളതാണെന്ന് അവർ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. സാർ, സ്ഥാനാർത്ഥിയെ കുറിച്ച് ആലോചന തുടങ്ങിയോ? എവിടെ? അത് കോട്ടയം ഞങ്ങൾക്ക് നല്ല സ്ഥാനാർത്ഥിയുണ്ട്. അതാരെങ്കിലും ഇപ്പം പറയണമെന്നില്ല, അത് വരട്ടെ. തക്ക സമയത്ത് പാർട്ടി ആലോചിച്ച് വേണം തീരുമാനമെടുക്കാൻ. മനസ്സിൽ ഓരോ സ്ഥാനാർത്ഥികളുണ്ട്. പക്ഷേ തക്ക സമയത്ത് പാർട്ടി കൂടി ആലോചിച്ച് ഊതിക്കാച്ചിയ പൊന്നുപോലെ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് നിർത്തി. കോട്ടയത്തേക്കൊരു സ്ഥാനാർത്ഥിയെ മാണി സാർ ഊതിക്കാച്ചി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ കോട്ടയം PJ ചോദിക്കുന്നത് ആർക്ക് വേണ്ടിയായിരിക്കും? ഇടുക്കി സീറ്റ് പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, ഞങ്ങൾ ആവശ്യം 2 സീറ്റിൽ ഏതെങ്കിലും ഒന്നെന്ന് പറഞ്ഞിരിക്കുന്നു. അതൊന്നും ആലോചിച്ചിട്ടില്ല. PJ മത്സരിക്കണമോ എന്ന കാര്യം PJ ആലോചിച്ചിട്ടില്ല. ആലോചിച്ചുറപ്പിച്ച് വരുമ്പോഴേക്ക് PJക്ക് സ്വന്തമായ ഒരു കേരള കോൺഗ്രസ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി, നമസ്കാരം.